ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ധ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രമേഹ രോഗിയിൽ പാലിക്കേണ്ട ആഹാരക്രമങ്ങളും അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പ്രമേഹ രോഗികൾ ഏതൊക്കെ ആഹാരങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. അതായത് റാഗി പോലത്തുള്ള മില്ലറ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം കഴിക്കേണ്ടത്. അതിൽ റാഗി, അതുപോലെ തന്നെ ബജ്ര, ജോവർ, സ്വർഗം, ഇതെല്ലാം വളരെ ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്ന മില്ലറ്റുകളാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള മില്ലറ്റുകൾ ഉപയോഗം കൊണ്ട് നമ്മുടെ ഷുഗർ ലെവൽ കുറയുകയും അതുപോലെ തന്നെ ഡയബറ്റീസിൻ്റെ മറ്റ് കോംപ്ലിക്കേഷനിൽ നിന്ന് വിട്ടു നിൽക്കാനും സഹായിക്കുന്നതാണ് ഈ മില്ലറ്റുകളുടെ ഉപയോഗം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള പേൾ മില്ലറ്റ് അല്ലെങ്കിൽ ബാജ്ര, അതുപോലെ തന്നെ ജോവർ, അതുപോലെ തന്നെ സ്വർഗം, ഇതുപോലുള്ള മില്ലറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കൊടുക്കുക. അതിൽ നമുക്ക് ഉഴുന്ന് ചേർന്നിട്ടുള്ള ദോശ, ഇഡലി, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ പുട്ട്, അരിപ്പുട്ട്, ഇതെല്ലാം ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നതുകൊണ്ട് ഇതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ചപ്പാത്തി, അതുപോലെ തന്നെ റാഗി ദോശ, ഓട്സ്, ബാർലി ദോശ, അതുപോലെയുള്ള ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാൻ ബ്രേക്ക്ഫാസ്റ്റിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പാനീയങ്ങൾ കൂടുതൽ കുടിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ ക്യാരറ്റ് ജ്യൂസ്, അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് ജ്യൂസൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസ്, ഇതെല്ലാം കുടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഷുഗർ ലെവൽ കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സൂപ്പായിട്ടും കഴിക്കാവുന്നതാണ്. മത്തങ്ങ സൂപ്പ്, അതുപോലെ തന്നെ ക്യാരറ്റ് സൂപ്പ്, ബീറ്റ്റൂട്ട്, ആപ്പിൾ ജ്യൂസ്, ഇതെല്ലാം കഴിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റ് വെജിറ്റബിൾസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ക്യാബേജ്, അതുപോലെ തന്നെ ക്യാബേജ് തോരനാക്കി കഴിക്കുക. അതുതന്നെ ബ്രിഞ്ചോൾ വളരെ എഫക്റ്റീവാണ്. അത് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ബ്രിഞ്ചോൾ നമ്മൾ തോരനാക്കിയോ, അതുപോലെ തന്നെ മറ്റ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ചുണ്ടയ്ക്ക തോരനാക്കി കഴിക്കാം. അതുപോലെ തന്നെ അതും ബ്രിഞ്ചോൾ കണക്കിരിക്കുന്ന ഒരു ചെറിയ ഫ്രൂട്ടാണ് ചുണ്ടയ്ക്ക. അപ്പോൾ അത് കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ നമുക്കതിൽ വെള്ളം കൂടുതലായിട്ട് കുടിക്കുക. അതിൽ തിളപ്പിക്കുമ്പോൾ നമ്മൾ അയമോദകം, കരിഞ്ചീരകം, അതുപോലെ തന്നെ കച്ചോലം, ഉലുവ, ഇതെല്ലാം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ചെറുപുള, ഇതെല്ലാം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ ലെവല് ലോ ആവുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്, കുറയുന്നതായിട്ടും. അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഇതൊക്കെ പ്രയോജനകരമായിട്ടുള്ള പാനീയങ്ങളാണ്. അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങളുടെ ഉപയോഗവും വളരെ പ്രയോജനകരമാണ്. നമുക്ക് പരിപ്പ് കറിയായിട്ട് വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ പയർ തന്നെ സൂപ്പാക്കി കഴിക്കാം. ഇത് തന്നെ വൻപയർ, ചെറുപയർ, ഇതെല്ലാം കഴിക്കുന്നതും പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ കിട്ടാനും അതുപോലെ തന്നെ ഷുഗർ ലെവൽ കുറയ്ക്കാനും സഹായിക്കുന്നതാണിത്. മാത്രമല്ല നമുക്ക് കുക്കുംബറിൻ്റെയൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതൊക്കെ നല്ലതാണ്. സലാഡ് വെള്ളരിക്ക, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുടെ ഉപയോഗം നല്ലതാണ്. മഞ്ഞൾപ്പൊടി കൂടുതൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ടർമറിക് മിൽക്കിൻ്റെ യൂസും വളരെ ഫലപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട് ഡയബറ്റീസിൻ്റെ മാനേജ്മെൻറ്റിൽ. അതുപോലെ തന്നെ നമുക്ക് നെല്ലിക്ക ജ്യൂസിൻ്റെ ഉപയോഗം, ത്രിഫല ചൂർണത്തിൻ്റെ ഉപയോഗമൊക്കെ വളരെ ഫലപ്രദമാണ് ഡയബറ്റീസ് കൊണ്ടുള്ള ഉപദ്രവങ്ങൾ മാറാനും. അതുപോലെ തന്നെ മദ്യം, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഉപയോഗം നമ്മൾ തീർത്തും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. മദ്യം ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞക്കരു കൂടുതൽ ഉപയോഗിക്കാത്തതാണ് നല്ലത്. അതുപോലെ തന്നെ അതായത് കോഴിയുടെ ലിവർ, അതൊക്കെ ഉപയോഗിക്കാത്തതാണ് നല്ലത്. അതുപോലെ തന്നെ ബീഫ് ഐറ്റംസ്, ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ, ഫിഷൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ളതൊക്കെ ഐറ്റംസ്, അതുപോലെ ഐസ്ക്രീം, അധികം ഷുഗർ ലെവൽ കൂട്ടുന്ന ആഹാരങ്ങളായിട്ടുള്ള ഐസ്ക്രീം, കേക്ക്, അതുപോലെ തന്നെ കുക്കീസ്, ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ബേക്കറി ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മറ്റ് സ്മോക്കിങ്, അതുപോലെ തന്നെ കൂടുതൽ എക്സസൈസ് ചെയ്യുക ശ്രദ്ധിക്കുക. നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റീസിൻ്റെ മറ്റ് കോംപ്ലിക്കേഷൻസ്, ഡയബറ്റിക് ന്യൂറോപ്പതി പോലുള്ള കോംപ്ലിക്കേഷൻസ് മാറിക്കിട്ടാനും സഹായിക്കുന്നതായിരിക്കും. താങ്ക് യു.